കഴിഞ്ഞ ആഴ്ചയാണ് നടൻ ഷൈൻ ടോം ചാക്കോയും കുടുംബവും സേലത്തുണ്ടായ ഒരു വാഹനാപകടത്തിൽപ്പെടുന്നത്. ആ അപകടത്തിൽ ഷൈനിൻ്റെ പിതാവ് ചാക്കോ മരണപ്പെട്ടിരുന്നു. ലഹരി വിമുക്തിക്കായുള്ള ഒരു യാത്രയിലാണ് ഈ കുടുംബത്തിന് അപകടം ഉണ്ടാവുന്നത്. അന്ന് ഈ അപകട വാർത്ത പുറത്തു വന്നപ്പോഴും വാർത്തകൾക്ക് താഴെ ഷൈൻ ടോമിനെ പരിഹസിച്ചുകൊണ്ട് കുറേ കമൻറ്റുകൾ ഉണ്ടായിരുന്നു. ഒരാളുടെ മരണത്തെപ്പോലും പരിഹസിക്കുന്ന തരത്തിലേക്ക് സോഷ്യൽ മീഡിയയിലെ ഒരു വിഭാഗം ആളുകൾ അധപ്പതിച്ചിരുന്നു. എന്നാൽ ഷൈനെ പിന്തുണച്ച് നിരവധി ആളുകളും എത്തിയിരുന്നു. ഇപ്പോൾ ഷൈൻ ടോം ചാക്കോയുടെ പഴയ സ്കൂൾ അധ്യാപികയായ ബിന്ദു എന്ന അധ്യാപികയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ശ്രദ്ധ നേടുന്നത്. ജീവിതം തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിൽ ഒപ്പം നിൽക്കുന്ന അച്ഛനെ ഷൈനിന് നഷ്ടമായെന്ന വാർത്ത കണ്ടപ്പോൾ സങ്കടം തോന്നിയെന്നും, എന്നാൽ ആ സമയത്തും ഷൈനിനെ പരിഹസിക്കാനും കുറ്റപ്പെടുത്താനും നോക്കുന്ന പലരെയും കണ്ടപ്പോൾ അതിനേക്കാൾ ഏറെ സങ്കടം തോന്നിയെന്നും അവർ പറയുന്നു. ആദ്യമായി ഷൈനിനെ കണ്ടതു മുതൽക്കുള്ള കാര്യങ്ങളും അവർ തൻ്റെ കുറിപ്പിൽ പറയുന്നുണ്ട്. പൊന്നാനി MIയിലെ +1 ക്ലാസ്സിൽ ചെല്ലുമ്പോഴാണ് ഈ ടീച്ചർ ആദ്യമായി ഷൈൻ ടോം ചാക്കോയെ കാണുന്നത്. ഒരു സെക്കൻഡ് കണ്ണിലേക്ക് നോക്കിയാൽ അവൻ്റെ കണ്ണുകൾ കീഴ്പോട്ടോ പുസ്തകത്തിലേക്കോ മാറുമായിരുന്നു. ക്ലാസ്സിൽ ഷൈൻ ചെയ്ത് ടീച്ചർമാരുടെ നല്ല ലിസ്റ്റിലോ വികൃതി കാണിച്ച് കൂട്ടുകാരുടെ ഗുഡ് ലിസ്റ്റിലോ പെടാൻ മെനക്കെടാത്തൊരു കക്ഷി, ഡയലോഗടിയിൽ തീരെ താല്പര്യമില്ലാത്തൊരു കുട്ടി, എന്തെങ്കിലും ചോദിച്ചാൽ തലയും മുഖവും തടവി തപ്പിത്തടഞ്ഞ് മറുപടി പറയുന്നവൻ. ഇതൊക്കെയാണ് സ്കൂൾ കാലഘട്ടത്തിലെ ഷൈനെക്കുറിച്ച് ആ ടീച്ചർ പറയുന്നത്. പിന്നീട് കലോത്സവ നാടകങ്ങളിലെ ഷൈൻ്റെ ഭാവപ്പറച്ചിൽ കണ്ട് ഞെട്ടിപ്പോയി എന്നും ടീച്ചർ പറയുന്നു. ജില്ലാ സംസ്ഥാന കലോത്സവങ്ങളിൽ ബെസ്റ്റ് ആക്ടറൊക്കെയായി അവൻ സ്കൂളിൻ്റെയും ആ നാടിൻ്റെയും ഒക്കെ പ്രിയപ്പെട്ടവനായി മാറി. ഇവരുടെ തന്നെ ഗേൾസ് സ്കൂളിലെ ടീച്ചറുടെ മകനായിരുന്ന ഷൈൻ ടോമിനെ ഈ കോഴ്സ് കഴിഞ്ഞ കാലം മുതൽ മറന്നുപോയെന്നും ബിന്ദു ടീച്ചർ പറയുന്നു. പിന്നീട് ഗദ്ദാമ എന്ന സിനിമ കണ്ടപ്പോൾ ആ കണ്ണുകൾ മുൻപെവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നൊരു ഓർമ്മ വന്നു. പിന്നീട് ജയരാജിൻ്റെ ഒറ്റാൽ കണ്ടപ്പോൾ പണ്ട് ക്ലാസ്സിലിരുന്ന ഒരു ചുരുണ്ട മുടിക്കാരൻ പയ്യനാണ് ഈ ഷൈൻ ടോം ചാക്കോ എന്ന് ടീച്ചർ ഉറപ്പിക്കുകയും ചെയ്തു. പിന്നെ കമ്മട്ടിപ്പാടത്തും പറവയിലും കുറുപ്പിലും ഭീഷ്മപർവത്തിലും ഇഷ്കിലുമൊക്കെ അവൻ്റെ കഥാപാത്രങ്ങൾ തന്നിലെ കാഴ്ചക്കാരിയിൽ വല്ലാത്തൊരു ഇടങ്ങേറുണ്ടാക്കിയെന്നാണ് ടീച്ചർ എഴുതിയിരിക്കുന്നത്. അതിലാണ് അവൻ്റെ മിടുക്കെന്നും ആ ടീച്ചർ തിരിച്ചറിയുന്നു. അവൻ്റെ കുരുത്തക്കേടുകൾ കുഴപ്പങ്ങളിലേക്ക് പോകുന്നത് ഞാനും കണ്ടു. ഇനി ഷൈനിനെ പഠിപ്പിച്ചതാണെന്ന് പറഞ്ഞ് ഞെളിയേണ്ട എന്ന് പറഞ്ഞ ആളുകളും ഉണ്ട്. അന്നൊരു രാത്രി കെട്ടിടത്തിൽ നിന്ന് താഴേക്ക് ചാടുന്ന ഷൈൻ്റെ വിഷ്വൽ കണ്ടപ്പോൾ തലയിൽ കൈവച്ചു പോയി എന്നും ടീച്ചർ പറയുന്നു. എന്നാൽ കുരുത്തക്കേടിന് പിടിക്കപ്പെട്ട ഒരു കുട്ടിയെപ്പോലെ അവൻ പിന്നെ വന്നിരുന്നു. അച്ഛൻ്റെ കണ്ണുനീരിന് മുമ്പിൽ എല്ലാം അവസാനിപ്പിച്ച് നന്നാവാം എന്ന് ഷൈൻ വാക്ക് കൊടുത്തെന്ന് കേട്ടപ്പോൾ മനസ്സുകൊണ്ട് ഇനിയും അവനൊപ്പം തന്നെ നിൽക്കാൻ തോന്നി. ഞങ്ങൾ അമ്മമാരും ടീച്ചർമാരും അങ്ങനെയാണ്. എത്ര വികൃതി കാട്ടിയാലും കുട്ടികളോട് ഞങ്ങൾക്ക് അങ്ങനെ തോന്നുന്നു. ഷൈനിനെ പോലൊരു മിടുക്കനാവുമ്പോൾ പ്രത്യേകിച്ചു. ഇപ്പോൾ ജീവിതം തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിൽ ഒപ്പം നിൽക്കുന്ന അച്ഛനെ അവന് നഷ്ടമായെന്ന വാർത്ത കണ്ടപ്പോൾ വളരെ സങ്കടം തോന്നി. പ്രിയപ്പെട്ട ഷൈൻ, അച്ഛന് വേണ്ടി, അച്ഛന് കൊടുത്ത വാക്കിന് വേണ്ടി, അമ്മയ്ക്ക് വേണ്ടി നന്നായി വരിക. സിനിമയിൽ തന്നെ നിൽക്കണമെന്ന് നിനക്ക് നിർബന്ധമുണ്ടോ എന്നെനിക്കറിയില്ല. മലയാള സിനിമയിൽ നീ ഉണ്ടാവണമെന്ന് എന്നെപ്പോലെ കുറേ ആളുകൾക്ക് നല്ല നിർബന്ധമുണ്ട്. നിൻ്റെ ശീലം പോലെ ജീവിതത്തിൽ അഭിനയിക്കാതിരിക്കുക, സിനിമയിൽ അഭിനയിച്ച് ജീവിക്കുക. നിൻ്റെ പഴയ ബിന്ദു ടീച്ചർ. ഇത് പറഞ്ഞാണ് ആ കുറിപ്പ് അവസാനിക്കുന്നത്.